എടാ പണ്ട് നമ്മൾ ഇതുപോലത്തെ പാടത്ത് കൂടെ അല്ലേ സ്കൂളിലൊക്കെ പോയായിരുന്നു. അന്ന് സ്കൂളൊക്കെ തുറക്കുമ്പോൾ എന്തോരം മഴയായിരുന്നു അല്ലേ, മഴയും ചെളിയും കാറ്റൊക്കെ ആയിട്ട്. അന്ന് നമ്മൾ വീടിൻ്റെ അടുത്തൊരു ചെമ്പകമരം ഉണ്ടായിരുന്നു. എത്ര മഴ പെയ്താലും നമ്മൾ ആ ചെമ്പക മരത്തുമ്പിലൊക്കെ കയറി ചെമ്പകമെല്ലാം പൊട്ടിച്ച് ക്ലാസ്സിലെ പെൺപിള്ളേർക്ക് കൊണ്ടുകൊടുക്കും. അത് വാങ്ങിക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു ചിരിയുണ്ട്. ശോ, പിന്നീട് ഒരിക്കലും അതുപോലത്തെ ഒരു ചിരി നമ്മൾ പെൺപിള്ളേരുടെ അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ടാവില്ല. അന്ന് നമ്മുടെ സ്കൂളിൽ നിന്ന് ചെറുപയറും ചോറൊക്കെ കിട്ടിയായിരുന്നില്ലേ, എന്ത് സ്വാദായിരുന്നില്ല അതിനൊക്കെ. നീയൊന്നും കൊണ്ടുവരാറുണ്ടായിരുന്നില്ലടാ ഒരു തേങ്ങ ചമ്മന്തി? ഓർക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു. അന്നൊക്കെ എന്തോരം കളികളായിരുന്നല്ലേ. സൈക്കിളിൻ്റെ ടയർ ഉരുട്ടി റൈഡിങ്, പമ്പരകുത്ത്, പുള്ളിയാങ്കുത്ത്, പിന്നെ അതുപോലെ മരക്കുരങ്ങ്. പിന്നെ നമ്മൾ മാത്രം കളിച്ചേർന്നൊരു കളിയുണ്ട്. ഈ പുല്ലിൽ നിന്ന് ചെറിയ ചെറിയ പാറ്റകളൊക്കെ പിടിച്ച് മേലേക്ക് എറിഞ്ഞിട്ട് പറയും ഹെലികോപ്റ്ററാണെന്ന്. എടാ നിനക്ക് ഓർമ്മയുണ്ടോ, ഒരു ദിവസം നമ്മുടെ മീശക്കാരൻ ഭാസ്കരൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഉണക്കാട്ടുണ്ടായിരുന്ന ഈ മാങ്ങാത്തോലൊക്കെ അടിച്ചു മാറ്റി പോക്കറ്റിലിട്ടിട്ട് ഇതുപോലത്തെ ഉള്ള ഒരു പാടത്ത് വന്നിരുന്ന് കഴിച്ചത്. കഴിക്കാൻ വേണ്ടി വായിലിട്ടപ്പോഴും മനസ്സിലായി അത് മാങ്ങാത്തോലല്ല, കുമ്പളങ്ങയുടെ തോലായിരുന്നു. അല്ല, പുള്ളി എന്തിനാ വന്ന് കുമ്പളങ്ങയുടെ തോല ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു? എത്ര ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഇതുപോലത്തെ ഓരോ ഓർമ്മകളും ഓരോ അനുഭവങ്ങളും ഒക്കെ എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവും. അതൊക്കെ ഇവിടെ ഇങ്ങനെ വന്നിരുന്നിട്ട് പറയാനും ഓർക്കാനൊക്കെ ഒരു രസമുണ്ട്, ഒരു സുഖമുണ്ട്, അല്ലടാ, അല്ലേ?